ഏറെക്കുറെ ഒരു വർഷമായിട്ടുണ്ടാവട്ടെ നമ്മൾ ഇക്കാൻ്റെ തറവാട്ട് പോയിട്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ എല്ലാവരും കാണാമെന്നല്ലാതെ അങ്ങനെ പോക്കില്ല. ഇത് ഇക്ക പഠിച്ച സ്കൂളാട്ടോ, വളാഞ്ചേരി ഹൈസ്കൂൾ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇക്കാക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരാനുണ്ടാവും. അങ്ങനെയൊക്കെ കേട്ട് നമ്മൾ നേരെ പുത്തനത്താണി കൽപ്പഞ്ചേരി പോവാട്ടോ. ഈ വഴിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളാട്ടോ. യാത്ര ചെയ്യാനൊക്കെ അടിപൊളിയാണ്, ബ്ലോക്ക് ഇല്ലെങ്കിൽ കേട്ടോ. അങ്ങനെ നമ്മൾ ഏറെക്കുറെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു വളപ്പിൽ തന്നെ എല്ലാവരും വീട് കേട്ടോ, അതായത് ഏട്ടനനിയന്മാരെയൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഒന്ന് കറങ്ങി തിരിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ റിട്ടേൺ തിരിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചപ്പോൾ പുത്തനത്താണി എത്തിയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കാട്ടോ. ആ ബ്ലോക്ക് തിരിക്കാൻ പറ്റിയിട്ട് നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ടാട്ടോ അതൊന്ന് മാറ്റി തന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ള അവസ്ഥയാട്ടോ. ഇക്കാനെ വണ്ടി ആ ബ്ലോക്ക് വെച്ചിട്ട് ഓഫായി. പിന്നെ എങ്ങനെയൊക്കെ വർക്ക്ഷോപ്പിൽ എത്തിച്ചിട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു എനിക്കൊരു കണ്ടൻറ് ആയല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കുറച്ച് നേരം കൊണ്ട് നേരാക്കി പിന്നെ നേരെ വീട്ടിൽ തിരിച്ചിട്ടോ. ഇവിടെ ട്രോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത വരവിൽ എന്തൊക്കെയാവും എന്നറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.